2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനായി കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ധാക്കയിലെ പ്രത്യേക അന്താരാഷ്ട്ര ക്രൈംസ് ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചെന്ന വാർത്ത ലോക രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു. പ്രക്ഷോഭകരെ ലക്ഷ്യമിട്ട് മാരകായുധങ്ങളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കാൻ ഹസീന നേരിട്ട് നിർദ്ദേശം നൽകി. ഈ അടിച്ചമർത്തലിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 10,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളെ റസാക്കേഴ്സ് എന്ന് വിളിച്ച് പ്രകോപനകരമായി സംസാരിച്ചതും അതിക്രമങ്ങൾ തടയാൻ പരാജയപ്പെട്ടതും ട്രൈബ്യൂണൽ കണ്ടെത്തിയ ഹസീനയ്ക്കെതിരായ പ്രധാന കുറ്റകൃത്യങ്ങളാണ്. ഈ വിധി രാഷ്ട്രീയ പ്രേരിതമെന്നും കങ്കാരു കോടതിയുടെ തീരുമാനമെന്നും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ശക്തമായി പ്രതികരിച്ചപ്പോൾ നിലവിൽ ഇന്ത്യയിൽ അഭയം തേടിയ ഹസീനയെ ഉടൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും രാഷ്ട്രീയ നിരീക്ഷകരും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ഈ കേസ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.